ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമം അടുത്ത മന്ത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പത്മരാഗ ശിലാദർശ പരിഭാവിക പോലവു നവവിദ്രമാബിംബ ശൃന്യകാരി രഥനച്ഛത. അതായത് പത്മരാഗമെന്ന രത്നം കല്ലുകൊണ്ടുള്ള കണ്ണാടിയെ അതിശയിപ്പിക്കുന്ന കവിൾത്തടത്തോട് കൂടിയവൾ. പത്മരാഗ ശിലാദർശ പരിഭാവിക ഭോലഭൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മരാഗമെന്ന രത്നക്കല്ല് കൊണ്ടുള്ള കണ്ണാടിയെ അതിശയിപ്പിക്കുന്ന കവിൾത്തടത്തോടു കൂടിയവൾ. അത് അത്രയധികം സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള കവിൾത്തടം ഉള്ളവൾ. അതായത് പത്മരാഗം എന്ന രത്നത്തിൻ്റെ കളറ് ചെന്താമരയുടെ നിറമാണ്. ആദർശം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കണ്ണാടിയാണ് ഉദ്ദേശിക്കുന്നത്. നവവിദ്രുമാ ബിംബ ശൃന്യകാരി രതനച്ഛത. പുത്തൻ പവിഴത്തിൻ്റെയും തോണ്ടി പഴത്തിൻ്റെയും ശോഭയെ പിന്നിലാക്കുന്ന ചുണ്ടുകളോട് കൂടിയവൾ. വിദ്രുമം എന്ന് പറഞ്ഞാൽ പവിഴം എന്നാണ് അർത്ഥം. ബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണ്ടിപ്പഴം. രതനച്ഛതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടുകൾ. അപ്പോൾ ദേവിയുടെ ചുണ്ടുകളുടെ സൗന്ദര്യത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കവിൾത്തടത്തിൻ്റെ സൗന്ദര്യത്തെയും ദേവിയുടെ ചുണ്ടുകളുടെ സൗന്ദര്യത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂരവിടി കാമോദ സമാകർഷന്തി ഗന്ധര. ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വല. അതായത് എന്താണ്? അങ്കുരിക്കുക എന്ന് പറഞ്ഞാൽ മുളച്ചു നിൽക്കുക എന്നാണ്. അതായത് ശുദ്ധ വിദ്യയുടെ ആകൃതിയിലുള്ള രണ്ട് പല്ലിൻ നിരകളാൽ ശോഭിക്കുന്നവൾ. ദേവിയുടെ പല്ലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദേവിയുടെ പല്ലുകൾ എങ്ങനെയുള്ളതാണ്? ശുദ്ധ വിദ്യയുടെ ആകൃതിയിലുള്ള രണ്ട് പല്ലിൻ നിരകളാൽ ശോഭിക്കുന്നവൾ. അതായത് അങ്കുരിച്ച് വരിക എന്നാണ്, മുളച്ചു വരിക. അപ്പോൾ ദേവിയുടെ പല്ലുകൾ അപ്രകാരം ശോഭിക്കുന്നതാണ്. കർപ്പൂരവെടി കാമോദ സമാകർഷന്തി ഗന്ധര. വായിൽ നിന്ന് കവിളിലിരിക്കുന്ന കർപ്പൂരം, വെറ്റില ചുരുൾ എന്നിവയുടെ സുഗന്ധത്താൽ ആകർഷിക്കപ്പെട്ട ദിക്കുകളോട് കൂടിയവൾ. അത് കർപ്പൂര വീടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലം, കർപ്പൂരം, കസ്തൂരി, ജാതിപത്രി, അടയ്ക്ക എന്നിത്യാദി ചേർന്നതാണ് കർപ്പൂര വീടിക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വായിൽ കവിളിരിക്കുന്ന കർപ്പൂരം, വെറ്റില ചുരുൾ എന്നിവയുടെ സുഗന്ധത്താൽ ആകർഷിക്കപ്പെട്ട ദിക്കുകളോട് കൂടിയവൾ. നിജസല്ലാപ മാധുര്യ വിനിൽ ബത്സിത കച്ഛഭി മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശമാനസ. നിജസല്ലാപ മാധുര്യ വിനിൽ ബത്സിത കച്ഛഭി എന്ന് പറഞ്ഞാൽ തൻ്റെ സംഭാഷണത്തിൻ്റെ മാധുര്യത്താൽ നിന്ദിക്കപ്പെട്ടതായ സരസ്വതീ ദേവിയുടെ വീണയോട് കൂടിയവൾ. അതായത് സരസ്വതീ ദേവിയുടെ വീണയുടെ പ്രത്യേകത എന്താണ്? അത് മധുരമായ ശബ്ദത്തോടു കൂടിയതാണ്. അപ്പോൾ അത്രയധികം സരസ്വതീ വീണയുടെ അത്രയധികം മധുരമായ ശബ്ദത്തോട് കൂടിയവൾ എന്ന്. കച്ചബി എന്ന് പറഞ്ഞാൽ സരസ്വതിയുടെ വീണയെയാണ് ഉദ്ദേശിക്കുന്നത്. കച്ചബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരസ്വതിയുടെ വീണ. അപ്പോൾ നിജസല്ലാപ മാധുര്യ വെനിൽ ബത്സിത കച്ചബി എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ സംഭാഷണത്തിൻ്റെ മാധുര്യത്താൽ നിന്ദിക്കപ്പെട്ടതായ സരസ്വതീ ദേവിയുടെ വീണയോട് കൂടിയവൾ.
മന്ദസ്മിത പ്രഭാപൂര മജ്ജ കാമേശമാനസ. മന്ദസ്മിതം, മന്ദസ്മിതത്താൽ, പുഞ്ചിരിയാൽ, തൻ്റെ പുഞ്ചിരിയുടെ വർദ്ധിച്ച പ്രഭാപൂരത്തിൽ ഭർത്താവായ പരമശിവൻ്റെ മനസ്സിനെ മുക്കിക്കളഞ്ഞവൾ. അത് മന്ദസ്മിതം കൊണ്ട്, തൻ്റെ പുഞ്ചിരിച്ച മുഖം കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ പുഞ്ചിരി കൊണ്ട്, ആ പുഞ്ചിരിയുടെ പ്രഭാപൂരത്താൽ തൻ്റെ പതിയായിരിക്കുന്ന പരമശിവൻ്റെ മനസ്സിനെ മുക്കിക്കളഞ്ഞവൾ, മനസ്സിനെ സ്വാധീനിച്ചവൾ.